This news is brought to you by സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ, കരുവഞ്ചാൽ. ചെറുപുഴ JMUP സ്കൂളിന്റെ പ്ലാറ്റിനം ജൂബിലി സമാപന സമ്മേളനവും സ്കൂൾ വാർഷികവും യാത്രയയപ്പ് ചടങ്ങും പ്ലാറ്റിനം ബീറ്റ്സ് 2026 എന്ന പേരിൽ ഈ വരുന്ന മാർച്ച് 7 ശനിയാഴ്ച നടക്കും. വൈകുന്നേരം 5 മണിക്ക് ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യും. ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലൈസമ്മ പനക്കൽ അധ്യക്ഷത വഹിക്കും. പ്രശസ്ത സിനിമാ താരം PP കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തും. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ജോയി സുവനീർ പ്രകാശനം നിർവഹിക്കും. സർവീസിൽ നിന്നും വിരമിക്കുന്ന അധ്യാപകർക്കുള്ള യാത്രയയപ്പും പയ്യന്നൂർ AEO TV സുചിത്ര വിതരണം ചെയ്യുന്ന സമ്മാനദാനവും ചടങ്ങിന്റെ ഭാഗമായി നടക്കും. മാനേജർ KK വേണുഗോപാൽ പ്രൊഫിഷ്യൻസി അവാർഡുകൾ വിതരണം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ ജനറൽ ചെയർമാൻ M ബാലകൃഷ്ണൻ, രക്ഷാധികാരി KK വേണുഗോപാൽ, ഹെഡ്മാസ്റ്റർ PN ഉണ്ണികൃഷ്ണൻ, പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ VC ഷാജി, ഭക്ഷണ കമ്മിറ്റി ചെയർമാൻ കുതിരുമേൽ ദാമോദരൻ, സാമ്പത്തിക കമ്മിറ്റി ചെയർമാൻ TV വർക്കി, PTA പ്രസിഡന്റ് മാത്യു ജോൺ, സ്റ്റാഫ് സെക്രട്ടറി റോബിൻ വർഗീസ്, പബ്ലിസിറ്റി കൺവീനർ K സതീഷ്, സീനിയർ അസിസ്റ്റന്റ് P ലീന, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ KS ബിന്ദു എന്നിവർ പങ്കെടുത്തു. ആഘോഷത്തിൻ്റെ സമാപന വേളയിലേക്ക് കടക്കുകയാണ്. 1950 ആരംഭിച്ച ഈ വിദ്യാലയം 70 കുട്ടികളും അതുപോലെ 3 അധ്യാപകരുമായി തുടങ്ങിയതാണ്. അവിടുന്ന് ഇങ്ങോട്ട് ക്രമാതീതമായിട്ടുള്ളതിൻ്റെ വളർച്ച ഇന്ന് 2025 അക്കാഡമിക് ഇയറിൽ 1324 വിദ്യാർത്ഥികളും 44 അധ്യാപകരും അടങ്ങുന്ന ഒരു വിദ്യാലയമായിട്ട് വളർന്നിരിക്കുകയാണ്. അങ്ങനെ 50 വർഷം പിന്നിട്ടിരിക്കുന്ന 75 വർഷം പിന്നിട്ടിരിക്കുന്ന ഈ ഒരു വേളയിൽ പ്ലാറ്റിനം ജൂബിലി ആഘോഷം നടത്തുക എന്നത് ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികളുടെയും പൂർവ്വ അധ്യാപകരുടെയും നാട്ടുകാരുടെയും അതുപോലെ അഭ്യുദയകാംക്ഷികളായിട്ടുള്ള മുഴുവൻ ആൾക്കാരുടെയും ഒരു ആഗ്രഹമായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ വർഷം 2025 മാർച്ച് 7-ാം തീയതി മാർച്ച് 7-ാം തീയതി കേരളത്തിൻ്റെ ബഹുമാന്യനായ പുരാവസ്തു തുറമുഖ വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ സാർ ഉദ്ഘാടനം ചെയ്യുകയും തുടർന്ന് ഇങ്ങോട്ട് ചിട്ടയായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ആ ജൂബിലി ആഘോഷ കമ്മിറ്റിയുടെ നേതൃത്വം നടന്നത്. അതിൽ നമ്മുടെ സാമൂഹ്യ പ്രതിബദ്ധതയിൽ ഊന്നിക്കൊണ്ട് തന്നെ കുട്ടികളുടെയും അതുപോലെ വിദ്യാഭ്യാസപരമായിട്ടും സാംസ്കാരികപരമായിട്ടും അതുപോലെ സാമൂഹ്യ ബന്ധങ്ങൾ ഊട്ടിയുയർത്തുന്ന തരത്തിൽ വിവിധങ്ങളായിട്ടുള്ള പരിപാടികൾ ഓരോ മാസവും കൃത്യമായി ചിട്ടപ്പെടുത്തിക്കൊണ്ട് നമുക്ക് നടത്താൻ വേണ്ടി കഴിഞ്ഞത് ഏറെ സന്തോഷകരമാണ്. അങ്ങനെ ആ പരിപാടികളുടെയൊക്കെ പരിസമാപ്തി കുറിച്ച് ഇന്ന് ഈ വരുന്ന മാർച്ച് 7-ാം തീയതി ഇതിൻ്റെ പ്ലാറ്റിനം ജൂബിലിയുടെ സമാപന ചടങ്ങിന് അതിന് വേണ്ടിയിട്ടുള്ള തകൃതിയായിട്ടുള്ള ഒരുക്കങ്ങളാണ് ഇപ്പോൾ നടത്തി വരുന്നത്. അതിൻ്റെ കാര്യങ്ങൾ കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കാൻ അതിൻ്റെ സബ് കമ്മിറ്റി ചെയർമാൻമാരും അതുപോലെ 25 മാർച്ച് 7-ന് ആരംഭിച്ച നമ്മുടെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾ കൃത്യം 1 വർഷം പൂർത്തിയാകുന്ന 2026 മാർച്ച് 7-നാണ് നമ്മൾ സമാപിക്കുന്നത്. അന്ന് ഇവിടെ ഉണ്ണികൃഷ്ണ സൂചിപ്പിച്ച പോലെ കടന്നപ്പള്ളി രാമചന്ദ്രൻ നമ്മുടെ തുറമുഖ വകുപ്പ് മന്ത്രിയാണ് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. ഈ വർഷം അതിൻ്റെ സമാപനം നമ്മൾ മന്ത്രിമാരെയും ജനപ്രതിനിധികളെ ഒന്നും നമ്മൾ ചിന്തിച്ചില്ല. കാരണം ഇലക്ഷൻ പ്രോട്ടോക്കോളൊക്കെ വരുന്നതുകൊണ്ട് നമുക്ക് ഉദ്ദേശിച്ച രീതിയിൽ പരിപാടികൾ കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടും എന്ന് കരുതിക്കൊണ്ട് തന്നെ മറ്റ് രംഗങ്ങളിലുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെയാണ് നമ്മൾ സമാപനത്തിലേക്ക് ക്ഷണിച്ചിട്ടുള്ളത്. പ്രധാനമായിട്ട് നമ്മുടെ ഹൈക്കോടതി ജഡ്ജ് PV കുഞ്ഞികൃഷ്ണൻ അവർകളാണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത്. അതുപോലെ മുഖ്യാതിഥിയായിട്ട് നമുക്ക് എത്തുന്നത് PP കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ. 2 പേരും കുഞ്ഞികൃഷ്ണന്മാരാണ്. 2 പേരും ജഡ്ജിമാരാണ്. ഒരാൾ ഔദ്യോഗിക ജീവിതത്തിൽ ശരിയായ ജഡ്ജിയും ഒരാൾ സിനിമയിലെ പ്രശസ്തരായ ജഡ്ജിയുമാണ്. 2 പേരും ഒരേ പേരാണ്. സാമ്പത്തികമായും സാമൂഹികമായും കണ്ണൂർ ജില്ലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രദേശമായി മാറി. കഴിഞ്ഞ 50 വർഷക്കാലം മുമ്പ് ഈ പ്രദേശം ആയിരുന്നില്ല. ഈ രീതിയിൽ എല്ലാ രംഗത്തും വളർച്ച പ്രാപിച്ച് ഈ ചെറുപുഴ JMUP സ്കൂളിൻ്റെ പങ്ക് വളരെ വലുതാണ്. നമ്മൾക്ക് കേരളത്തിൽ അറിയപ്പെടുന്ന പ്രദേശമായി ചെറുപുഴ മാറ്റി തീർത്ത് നമുക്ക് സാധിച്ചിട്ടുണ്ട്. അത് ശാസ്ത്ര വിഷയങ്ങളിലുണ്ട്, കായിക പഠന എല്ലാ വിഷയങ്ങളിലും ഇന്ന് കേരളത്തിൽ എണ്ണപ്പെട്ട സ്കൂളുകൾ അറിയിട്ടുണ്ട്. പല സ്കൂളുകളും വിദ്യാർത്ഥികളില്ലാതെ പൂർണ്ണ അവസ്ഥ നമ്മൾ കേരളത്തിലുണ്ടായിട്ടുണ്ട്. എന്നാൽ അതെല്ലാം വിഭിന്നമായിട്ട് കുട്ടികൾ പല ഭാഗത്തും വളരെ ദൂരന്നു പോലും ഇതെത്താൻ വന്ന് ഈ സ്കൂളിൻ്റെ മാനേജ്മെൻറ്റും അതുപോലെ തന്നെ ഇവിടുത്തെ അധ്യാപകരുടെയും
ക്ഷീണമായിട്ടുള്ള പ്രയത്നത്തിൻ്റെ ഭാഗമായിട്ടാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷിക്കുന്നത് ഒരു ചെറുപടയുടെ നാട്ടുകാരുടെ ഒരു ഉത്സവമാക്കാൻ സാധിക്കും. വളരെ അഭിമാനകരമായ രീതിയിൽ നാട്ടുകാർ ഇതിൻ്റെ എല്ലാവിധത്തിലും വിജയത്തിനായിട്ടും പ്രവർത്തനം ഈ നാട് ഒന്നടങ്കം ഏറ്റെടുക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാറുള്ളത്. എന്നെ പോലെ ഒരു പുതിയ ആളുകൾ പഠിച്ച ഒരു വിദ്യാലയമാണ്. നമുക്കൊക്കെ അറിയാം, ഞങ്ങളെ പോലെ പല ആളുകളും JNGP സ്കൂളിൽ ഇവിടുന്ന് പിരിഞ്ഞു പോയ ശേഷവും എന്തെങ്കിലും ഒരു പ്രോഗ്രാമിന്, എന്തെങ്കിലും ഒരു കാര്യത്തിന്, എൻ്റെ കലോത്സവമായിക്കോട്ടെ, മറ്റ് പ്രവൃത്തി പരിചയമാളായിക്കോട്ടെ, എന്ത് വിഷയങ്ങൾക്കും ആദ്യമേ 10-25 കൊല്ലം നമ്മൾക്ക് PTA പിരിഞ്ഞു പോയ ആളുകളൊക്കെ ഇവിടെയുള്ള അധ്യാപകർ ക്ഷണിക്കാറുണ്ട്, മാനേജ്മെൻറ്റ് ക്ഷണിക്കാറുണ്ട്. കാരണം ഒരു ബന്ധം ഈ നാടും ഈ പരിസരവും ഒക്കെ ആയി തന്നെ JNGP സ്കൂളിനുണ്ട്. കാരണം ഞങ്ങളൊക്കെ വളരെയധികം കാലം 7 വർഷം ഈ PTA പ്രവർത്തിക്കാനുള്ള അവസരം കിട്ടി. എൻ്റെ പ്രസിഡൻ്റായി തന്നെ, അതുപോലെ എൻ്റെ സഹപ്രവർത്തകരായി തന്നെ പല മേഖലയും പ്രവർത്തിക്കാൻ അവസരം കിട്ടി. എന്താണെന്ന് വെച്ചാൽ ബഹുമാന്യനായ നമ്മൾ വേർപെട്ടു പോയ കുഞ്ഞീഷ്ണന്മാരുടെ ആ സ്നേഹബന്ധത്തിലുള്ള ഒരു ഇടപെടലും, അതേപോലെ തന്നെ ഇവിടെയുള്ള അധ്യാപകരായ ആളുകൾ, ഇന്ന് പിരിഞ്ഞു പോയ കുറേ അധ്യാപകരുണ്ട്. ആ ആളുകളൊക്കെ തന്നെ വളരെ സ്നേഹത്തോടുള്ള ഇടപെടൽ ഈ പ്രദേശത്തുള്ള ആളുകളെല്ലാം കൂട്ടി യോജിപ്പിച്ചു കൊണ്ടുപോയ ഒരു സരസ്വതി ക്ഷേത്രമാണ് ഈ JNGP സ്കൂൾ. ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. സ്കൂൾ നിലനിന്ന് പോകുന്നത് തന്നെ ഈ നാട്ടിലെ നല്ലവരായ ജനങ്ങളുടെ പരിപൂർണമായ പിന്തുണ കൊണ്ടാണ്. ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും രാഷ്ട്രീയ ഭേദമന്യേ, ജാതി മതഭേദമന്യേ ഈ സ്കൂളിനെ സ്നേഹിച്ചുകൊണ്ട് ഇതിൻ്റെ ഓരോ പ്രവർത്തന ഘട്ടത്തിലും ഞങ്ങളോടൊപ്പം നിന്ന് ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിച്ചതിൻ്റെ വിജയമാണ് ഈ 75ാം ആഘോഷ പരിപാടികളൊക്കെ സംഘടിപ്പിക്കുന്നത്. അതോടൊപ്പം എടുത്തു പറയേണ്ട ഒരു വസ്തുത, ഈ സ്കൂളിലെ അധ്യാപക കൂട്ടായ്മയാണ്. ഏത് പരിപാടിയായാലും, വിദ്യാഭ്യാസ മേഖലയായാലും, കലാരംഗത്തായാലും, കായിക രംഗത്തായാലും ഈ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന പ്രോത്സാഹനം, അവരെ അതിന് തയ്യാറെടുപ്പിനുള്ള അവരുടെ കഠിനാധ്വാനം ഈ സ്കൂളിൻ്റെ ഒരു പ്രത്യേകതയാണ്. അവരുടെ ഒരു കൂട്ടായ്മ മാത്രമാണ് ഈ സ്കൂളിനെ ഈ രീതിയിൽ നിലനിർത്തിക്കൊണ്ട് പോകുന്നത്. അതോടൊപ്പം തന്നെ അവരോടൊപ്പം ചേർന്ന് നിൽക്കുന്ന PTA, മദർ PTA അംഗങ്ങളുടെ കൂട്ടായ പരിശ്രമം ഈ സ്കൂൾ നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകുന്നുണ്ട്. മാർച്ച് 7 നടക്കുന്ന ഈ പരിപാടി ഏറ്റവും നല്ല വിജയിപ്പിക്കാനുള്ള ഒരു ശ്രമം നിങ്ങളുടെ പത്ര വാർത്താ മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകണം എന്ന് മാത്രം സൂചിപ്പിക്കുക. 7-ാം തീയതി നടക്കുന്ന 75ാം വാർഷികത്തിൻ്റെ സമാപന യോഗം ഞാൻ 2000 മുതൽ ഈ സ്കൂളിൽ PTA മുതൽ PTA കമ്മിറ്റിയായി വന്നതാണ്. ഇവിടെ അതിനുശേഷം എല്ലാ വർഷവും എല്ലാ പരിപാടിയും നമ്മൾ സജീവമായി ഉണ്ടാവാറുണ്ട്. അത് സ്കൂളിൻ്റെ അധ്യാപകരെയും ഒരു സഹായ ഫണ്ടാണ്. ഇപ്പം ഞാൻ ഭക്ഷണ കമ്മിറ്റിയുടെ ചെയർമാനാണ്. 1600 ആൾക്കിലെ ഭക്ഷണമാണ് അന്നത്തെ ദിവസം തയ്യാറാക്കിയത്. മുസ്ലിം കുട്ടികൾ നോമ്പ് തുറക്കേണ്ട സമയത്ത് അവർ നോമ്പ് വിട്ടായിട്ട് സൗകര്യം വരെ ഇവിടെ അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ടാണ് ഭക്ഷണം കൊടുക്കാൻ തുടങ്ങുന്നത്. 2025 മാർച്ച് 7 ആരംഭിച്ച JNGP സ്കൂളിൻ്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷം നീണ്ട ഒരു വർഷം നീണ്ടുനിന്ന് 2026 മാർച്ച് 7 സമാപനം കുറിക്കുകയാണ്. ഈ സമാപനം കുറിക്കുന്ന ഈ ഒരു വർഷ കാലയളവിൽ വിവിധ മേഖലകളിൽ ഈ സ്കൂളിൽ ഒത്തിരി പരിപാടികൾ നടന്നു. PTA ഭാഗത്തു നിന്ന് പൂർണ്ണമായ സഹകരണത്തോടെ എല്ലാ PTA അംഗങ്ങളുടെയും ഇവിടെ അധ്യാപകർക്കും അതോടൊപ്പം തന്നെ വിവിധ കമ്മിറ്റികളോടും കൂടി സഹകരിച്ച് അത് വിജയത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് PTA കമ്മിറ്റിയുടെ പൂർണ്ണമായ ഉത്തരവാദിത്വം ഉണ്ടായിരുന്നത്. അതിന് പൂർണ്ണമായും എല്ലാ PTA അംഗങ്ങളും പൂർണ്ണമായും ഞങ്ങളോട് സഹകരിച്ചു. അതുകൊണ്ട് ഒരു പ്രോഗ്രാമുകളും ഒരു കുറവും വരുത്താതെ ഞങ്ങൾക്ക് കൃത്യമായിട്ട് അത് വിജയത്തിലേക്ക് എത്തിക്കുവാൻ വേണ്ടി സാധിച്ചു. വാർഷികവും യാത്രയും കൂടി അന്നത്തെ ദിവസം നടക്കുന്നുണ്ട്. കുറച്ചുമുള്ള സർവീസിന് ശേഷം വിരമിക്കുന്ന പ്രഭാകരൻ മാസ്റ്റർക്കുള്ള DP പ്രഭാകരൻ മാസ്റ്റർക്കുള്ള യാത്രയും കൂടി അന്നത്തെ യോഗത്തിലുണ്ട്. അതോടൊപ്പം തന്നെ 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ, പ്രീ പ്രൈമറി മുതൽ 7ാം ക്ലാസ് വരെയുള്ള മുഴുവൻ കുട്ടികൾക്കും ഓരോ ക്ലാസ്സിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഉയർന്ന മാർക്ക് വാങ്ങി വിജയിച്ച കുട്ടികൾക്കുള്ള പ്രൊഫിഷ്യൻസി അവാർഡ് വിതരണം കൂടി അന്നത്തെ ദിവസം നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ മുഴുവൻ കുട്ടികളുടെയും കലാപരിപാടികളും കൂടി അന്നത്തെ ദിവസം വളരെ മനോഹരമായ രീതിയിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട്. പ്ലാറ്റിനം ജൂബിലി കമ്മിറ്റിയോടൊപ്പം
JMUP സ്കൂളിലെ അധ്യാപകരും PTA-യും മാനേജ്മെൻറ്റും ചേർന്ന് വളരെ നല്ല രീതിയിലുള്ള വർണ്ണാഭമായ പരിപാടികളാണ് അന്നത്തെ ദിവസത്തെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൽ NABH പ്രീ എൻട്രി ലെവൽ അക്രഡിറ്റഡ് ആൻഡ് ISO സർട്ടിഫൈഡ് ഹോസ്പിറ്റൽ. മലയോരത്തിന്റെ ചികിത്സാ മേഖലയിൽ അതുല്യമായ സേവന സന്നദ്ധതയുമായി 140 ബെഡുകളോടെ 24 മണിക്കൂറും പ്രവർത്തിച്ചു വരുന്നു. എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, CT സ്കാൻ, അൾട്രാസൗണ്ട് സ്കാനിംഗ്, ലാപ്രോസ്കോപ്പി അടക്കം എല്ലാ സർജറികൾക്കും സജ്ജമായ ഓപ്പറേഷൻ തിയേറ്റർ, ICU, ലേബർ റൂം, NICU, PICU, ലബോറട്ടറി, മൈക്രോബയോളജി, ഫിസിയോതെറാപ്പി, ഡയാലിസിസ്, ഡെന്റൽ കെയർ, ബ്ലഡ് സ്റ്റോറേജ്, ഡീലക്സ് റൂംസ്, ആംബുലൻസ് സർവീസ് തുടങ്ങി എല്ലാവിധ സൗകര്യങ്ങളുമായി സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൽ. ഫോൺ 9400 062 912.